PSC എക്സ്പേർട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർച്ച് 6-ന് നടത്തിയ ബൈൻഡർ ഗ്രേഡ് 2 ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. രൂപീകരണ പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ പ്രധാനമായും 3ആയി തിരിച്ചിരിക്കുന്നു. അത്തരം ശിലകളുടെ പേരും അവയ്ക്കുദാഹരണങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് ശരി. 1ഉം 4ഉം. ആഗ്നേയ ശിലകൾക്കുദാഹരണമാണ് ബസാൾട്ട്. കായാന്തരിത ശിലകൾക്കുദാഹരണമാണ് മാർബിൾ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യൻ ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിതെളിച്ച പ്രധാന സാഹിത്യകൃതികളുടെയും അവയുടെ എഴുത്തുകാരുടെയും പേരുകൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ശരിയായ ജോഡി ക്രമപ്പെടുത്തുക. ഓപ്ഷൻ സി ആണ് ശരി. ഘോര രവീന്ദ്രനാഥ ടാഗോർ, പാഞ്ചാലി ശബദം സുബ്രഹ്മണ്യ ഭാരതി, ഗോദാൻ പ്രേംചന്ദ്, നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഫാക്റ്റാണിത്. ഒന്നുകൂടി നമുക്ക് വായിക്കാം. ഘോര രവീന്ദ്രനാഥ ടാഗോർ, പാഞ്ചാലി ശബദം സുബ്രഹ്മണ്യ ഭാരതി, ഗോദാൻ പ്രേംചന്ദ്, നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. ചുവടെ നൽകിയിരിക്കുന്ന ഓപ്പറേഷൻ സുതാര്യത ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ആൻസർ ബി ആണ്. നമുക്ക് നോക്കാം. എന്താണ് സുതാര്യത? ഓപ്പറേഷൻ സുതാര്യത. ഈ ഡിസ്ട്രിക്റ്റ് എന്ന ഓൺലൈൻ പോർട്ടൽ സംവിധാനം വേണ്ടവിധം പ്രവർത്തിക്കുന്നില്ലെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യത. ഈ ഡിസ്ട്രിക്റ്റ് എന്ന ഓൺലൈൻ പോർട്ടൽ സംവിധാനം വേണ്ടവിധം പ്രവർത്തിക്കുന്നില്ലെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യത. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഇന്ത്യയുടെ നവസാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ആശയങ്ങളിൽ അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഡി ആണ്. എല്ലാം അനുയോജ്യമായവയാണ്. ഇന്ത്യയിൽ സ്വകാര്യവത്കരണത്തിൻ്റെ ഭാഗമായി ബോട്ട്, ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ, PPP, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് തുടങ്ങിയ സംരംഭങ്ങൾ ശക്തിപ്പെട്ടു. നിയന്ത്രിത സമ്പദ് വ്യവസ്ഥയിൽ നിന്നും സ്വതന്ത്രമായതും ഉദാരവൽക്കരപ്പെട്ടതുമായ സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ആഗോളവൽക്കരണത്തിലേക്ക് നയിക്കുക എന്നതായിരുന്നു പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പ്രധാന ലക്ഷ്യം. എല്ലാം ശരിയാണ്. ഇന്ത്യയുടെ നവസാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ആശയങ്ങൾ അനുയോജ്യമായതാണ് പറഞ്ഞത്. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ബോട്ട് തുടങ്ങിയ സംരംഭങ്ങൾ ശക്തിപ്പെട്ടു. PPP ഒക്കെ ശക്തിപ്പെട്ടു. കൂടാതെ നിയന്ത്രിത സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്നും സ്വതന്ത്രമായത് ഉദാരവൽക്കരണപ്പെട്ടതുമായ സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ആഗോളവൽക്കരണത്തിലേക്ക് നയിക്കുക എന്നതായിരുന്നു പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പ്രധാന ലക്ഷ്യം. 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണത്തിൽ പ്രധാന കാർഷിക വിളയായ ഗോതമ്പ് ഉൾപ്പെടുന്നത് റാബിയാണ്. റാബി വിളയാണ് ഗോതമ്പ്. 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. തുടർന്ന് മെർക്കന്റിലിസം എന്ന വാണിജ്യ നയം കോളനികളിൽ നടപ്പിലാക്കി. താഴെ നൽകിയിരിക്കുന്ന നിയമങ്ങളിൽ മെർക്കന്റിലിസ്റ്റ് ഉൾപ്പെടാത്തവ തിരിച്ചറിയുക. ബി ആണ്. അതായത് 2ഉം 3ഉം ഉൾപ്പെടാത്തതാണ്. നമുക്ക് നോക്കാം എന്തെല്ലാമാണ് ഉൾപ്പെടുന്നത് എന്ന്. 1, കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. പിന്നെ ശരിയായത് ഏതാണ്? 4, കോളനികളിൽ നിയമപരമായ പ്രമാണങ്ങളിൽ ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിക്കണം. അത് 2ഉം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യണേ. നമ്മൾ പ്രയാണം ഇന്നലകളിലൂടെ എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത്. അവർ ഓരോ എക്സാംസും പുതിയതായി നടക്കുമ്പോൾ അതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. നിങ്ങൾ ടെലഗ്രാം നോക്കാറില്ല എങ്കിൽ പ്രയാണ ഇന്നലകളിലൂടെ എന്തായാലും പോയിട്ട് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യണേ. താഴെ തന്നിരിക്കുന്ന സിനിമകളെയും അവയുടെ സംവിധായകരെയും തിരിച്ചറിഞ്ഞ് ജോഡികൾ ക്രമപ്പെടുത്തുക. ആൻസർ എ ആണ്. നോക്കാം. കെ സുബ്രഹ്മണ്യൻ, പ്രഹ്ലാദ, TR സുന്ദരം, കണ്ടം വെച്ച കോട്ട്, MT വാസുദേവൻ നായർ, നിർമാല്യം, രാമു കരിയാട്ട്, ചെമ്മീൻ. സിനിമയെയും അവയുടെ സംവിധായകരെയുമാണ്.
എന്തായാലും ബൈഹാർട്ട് ചെയ്യേണ്ട ഫാക്ടറാണ് ഇതൊക്കെ. കെ സുബ്രഹ്മണ്യം, പ്രഹ്ലാദ, ടി ആർ സുന്ദരം, കണ്ടം വെച്ച കോട്ട്, നല്ല കണ്ടം വെച്ച കോട്ട് ഭയങ്കര സുന്ദരമായിട്ടുള്ളൊരു കോട്ടാണെന്ന് വിചാരിക്കാം. എം ടി വാസുദേവൻ നായർ, നിർമാല്യം, രാമു കരിയാട്ട്, ചെമ്മീൻ. സംവിധായകരെ തിരിച്ചറിയുക. ഓക്കെ. കാൽബൈശാഖിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി 3ഉം 4ഉം ശരിയാണ്. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായ മഴയാണ് കാൽബൈശാഖി. ആലിപ്പഴ വീഴ്ചയും കാറ്റും പ്രധാന സവിശേഷതയാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? എല്ലാം ശരിയാണ്. ഹൈക്കോടതികൾക്ക് എല്ലാ കോടതിയുടെയും മേൽനോട്ടത്തിനുള്ള അധികാരം ഉണ്ടായിരിക്കുമെന്ന് അനുച്ഛേദം 277 പ്രസ്താവിക്കുന്നു. ഹൈക്കോടതികളുടെ അധികാരിത യൂണിയൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുവാൻ പാർലമെൻറ്റിന് അധികാരമുണ്ട്. 1991 69-ാം ഭേദഗതിക്ക് ശേഷം ഡൽഹി ദേശീയ തലസ്ഥാന പ്രദേശമായി അറിയപ്പെടുന്നു. ദേശീയ പട്ടിക ഗോത്രവർഗ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റു 3 അംഗങ്ങളും ഉണ്ടായിരിക്കും. ഈ 4 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഹൈക്കോടതികൾക്ക് എല്ലാ കോടതിയുടെയും മേൽനോട്ടത്തിനുള്ള അധികാരം ഉണ്ടായിരിക്കുമെന്ന ആർട്ടിക്കിൾ 227 പ്രസ്താവിക്കുന്നു. ഹൈക്കോടതിയുടെ ആധികാരിക യൂണിയൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുവാൻ പാർലമെൻറ്റിന് അധികാരം ഉണ്ട്. 1991 69-ാം ഭേദഗതിക്ക് ശേഷം ഡൽഹി ദേശീയ തലസ്ഥാന പ്രദേശമായി അറിയപ്പെടുന്നു. ദേശീയ പട്ടിക ഗോത്രവർഗ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റു 3 അംഗങ്ങളും ഉണ്ടായിരിക്കും. പണബില്ലുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? ഓപ്ഷൻ ബി ആണ് ശരി. ബിയും സിയും ഡിയും ശരിയാണ്. ആർട്ടിക്കിൾ 111 പ്രകാരം പണബില്ല് രാഷ്ട്രപതിയുടെ അനുമതിക്ക് അയക്കേണ്ടതാണ്. ഒരു ബില്ല് പണബില്ല് എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭ സ്പീക്കറാണ്. അതും ശരിയാണ്. ഭാരതത്തിൻ്റെ സഞ്ചിത നിധിയിൽ നിന്നുള്ള പണത്തിൻ്റെ വിനിയോഗം പണബില്ലുകളുടെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ടവയിൽ ശരിയല്ലാത്ത പ്രസ്താവന. ബി മാത്രമാണ് ശരിയല്ലാത്തത്, ബാക്കിയെല്ലാം ശരിയാണ്. ഒരു ചെയർപേഴ്സൺ 6-ൽ കൂടാത്ത അംഗങ്ങളും, ഒരു ചെയർപേഴ്സണും 6-ൽ കൂടാത്ത മറ്റ് അംഗങ്ങളും. ഓരോ അംഗവും 5 വർഷത്തേക്ക് ഉദ്യോഗം വഹിക്കുന്നു. കമ്മീഷൻ്റെ ഒരു യോഗത്തിലെ ക്വോറം 4 ആയിരിക്കേണ്ടതാണ്. ഓക്കെ. കേരള സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ടതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ ബി മാത്രമാണ് തെറ്റ്, ബാക്കിയെല്ലാം ശരിയാണ്. ഒരു ചെയർപേഴ്സണും 6-ൽ കൂടുതലല്ലാത്ത മറ്റ് അംഗങ്ങളും വേണം. ഓരോ അംഗവും 5 വർഷത്തേക്കാണ് ഉദ്യോഗം വഹിക്കുന്നത്. കമ്മീഷൻ്റെ ഒരു യോഗത്തിൻ്റെ ക്വോറം 4 ആയിരിക്കേണ്ടതാണ്. കേരളത്തിലെ നിലവിലെ വ്യാവസായിക വകുപ്പ് മന്ത്രി ആരാണ്? സി പി രാജീവാണ് വ്യാവസായിക മന്ത്രി. മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ് ശരി. 1ഉം 2ഉം 3ഉം ശരിയാണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്തരപാളികളാണ് മെനിഞ്ചസ്. സുഷുമ്നാ നാഡിയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന സ്തരപാളികളാണ് മെനിഞ്ചസ്. മസ്തിഷ്കത്തിലും സുഷുമ്നാ നാഡിയിലും CSF എന്ന ദ്രാവകം കാണപ്പെടുന്നു. 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്തരപാളിയാണ് മെനിഞ്ചസ്. സുഷുമ്നാ നാഡിയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന സ്തരപാളിയാണ് മെനിഞ്ചസ്. മസ്തിഷ്കത്തിലും സുഷുമ്നാ നാഡിയിലും CSF എന്ന ദ്രാവകം കാണപ്പെടുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ ജീവകങ്ങളുടെയും ധാതുക്കളുടെയും അപര്യാപ്തതയിലൂടെ അല്ലാതെ ഉണ്ടാകുന്ന രോഗം സിക്കിൾ സെൽ അനീമിയാണ്.
ഭൂമിയുടെ 1/4 ആരമുള്ള ഒരു ഗ്രഹത്തിൻ്റെ മാസ് ഭൂമിയുടെ മാസിൻ്റെ പകുതിയാണെങ്കിൽ അതിലെ ഗുരുത്വാകർഷണ ത്വരണം ഭൂമിയുടെ എത്ര മടങ്ങായിരിക്കും? 8 ടൈംസ് ആയിരിക്കും. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ വക്രത ആരം റേഡിയസ് എത്രയായിരിക്കും? 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. എഫിൻ്റെ ഇരട്ടിയാണ് 2r. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആവിഷ്കരിച്ചത് റൂതർഫോർഡ് ആണ്. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആവിഷ്കരിച്ചത്. ഹാലജൻ കുടുംബം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രൂപ്പാണ്? 17th ഗ്രൂപ്പാണ് ഹാലജൻ കുടുംബം എന്ന് അറിയപ്പെടുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏത്? ജിംബാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത്. വിൻഡോസ്, യുണിക്സ്, ഉബുണ്ടു ഇതെല്ലാം എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. ഫിഷിംഗ് എന്നാൽ എന്താണ്? വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കാൻ ആക്രമണകാരികൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഫിഷിംഗ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഒരു ജനറലായിട്ട് ചോദിച്ചത് ഈ എക്സാമിൽ. അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനിയുള്ള എക്സാംസിലും റിപ്പീറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ടാവും. താങ്ക് യു ഫോർ വാച്ചിങ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.